വളരെ നേർത്ത ഒരു ശരീര അവയവം. ഒരു വ്യക്തി ഈ അവയവത്തിന് മയക്കം കൊടുക്കുകയില്ല എന്ന് പറയുന്നു എങ്കിൽ അവയവം ഏത്? കൺപോള. സങ്കീർത്തനം 132 5 വാക്യം. വയറിനു പറയുന്ന 3 അക്ഷരമുള്ള മറ്റൊരു പദം. ഈ അവയവം വഞ്ചനയെ ഉരുവാക്കുന്നുണ്ട് എങ്കിൽ അവയവം ഏത്? ഉദരം. ഇയ്യോബ് 15 35 വാക്യം. ഞാൻ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ്. ഞാൻ ചിലർക്ക് ദൈവമാണെന്ന് ഒരു അപ്പോസ്തലൻ പറയുന്നു എങ്കിൽ ഞാൻ ആർ? വയർ. ഫിലിപ്പിയർ 3 വാക്യം. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനും പറ്റില്ല. എന്നെക്കുറിച്ച് ഒരു പ്രവാചകൻ ഞാൻ വളരെ വിഷമുള്ളതാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ആർ? ഹൃദയം. യിരെമ്യാവ് 17 വാക്യം. നമ്മുടെ ശരീരത്തിൽ ഈ അവയവം ആകെ 20 എണ്ണമാണുള്ളത്. എന്നാൽ ബൈബിളിലെ ഒരു വ്യക്തിക്ക് 24 എണ്ണം ഉണ്ടായിരുന്നതായി കാണുന്നു എങ്കിൽ ഈ അവയവം ഏത്? വിരൽ. 2 ശമൂവേൽ 21 വാക്യം. 1 ദിനവൃത്താന്തം 20 വാക്യം. ഒരു അവയവം നല്ലതായിരിക്കുമ്പോൾ ശരീരം മുഴുവനും വെളിച്ചമാകും. അത് മോശമായാലോ ശരീരം മുഴുവനും ഇരുട്ടാകും എങ്കിൽ അവയവം ഏത്? കണ്ണ്. മത്തായി 6:22-23 വാക്യങ്ങൾ. ഞാൻ ശരീരത്തിൽ വളരെ ചെറിയ അവയവമാണ്, പക്ഷേ ഒരു വലിയ കപ്പൽ തിരിക്കുന്ന ചുക്കാൻ പോലെ മനുഷ്യൻ്റെ ജീവിതം പോലും തിരിക്കാൻ എനിക്ക് കഴിയും എങ്കിൽ ഞാൻ ആര്? നാവ്. യാക്കോബ് 3:4-5 വാക്യങ്ങൾ. ഏത് അവയവത്തിലാണ് ആദ്യ ശസ്ത്രക്രിയ നടന്നത്? വാരിയെല്ല്. ഉൽപ്പത്തി 2:22 വാക്യം. പ്രവചനം കേട്ടപ്പോൾ പരസ്പരം സംഗമിച്ച അവയവം ഏത്? അസ്ഥി. യെഹെസ്കേൽ 37 വാക്യം. ബൈബിളിൽ ഒറ്റ പ്രാവശ്യം കാണുന്ന ഒരു അവയവം, എന്നാൽ ഈ അവയവത്തിൻ്റെ വേറൊരു പേര് ബൈബിളിലുടനീളം കാണാം. ഈ അവയവത്തിൻ്റെ താഴെ ഒരു രത്നം പതിപ്പിച്ച തളം പോലെയും വാനത്തിൻ്റെ തെളിമ പോലെയും ആയിരുന്നു എങ്കിൽ അവയവം ഏത്?